സോ ഇഫ് യു ഹാവ് എ ഡിഗ്രി ഓർ എ പോസ്റ്റ് ഗ്രാജുവേഷൻ അതൊരു ഭയങ്കര ബെനിഫിറ്റ് ആണ് അവിടെ. എയുടെ സൗണ്ടാണ് അവിടെ പഠിപ്പിക്കേണ്ടത് അല്ലേ. എ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധവുമില്ല. നമ്മൾക്ക് തന്നിരുന്ന ഒരു ട്രഡീഷണലി തന്നിരുന്ന സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയാണ്. എക്സ്പ്ലോർ ചെയ്താണ് പഠിക്കുന്നത്. മോണ്ടിസോറിയിൽ ഒരു കുട്ടിയോട് നിങ്ങൾ ആ സൗണ്ടിൽ ഒരു വേർഡ് പറയാൻ പറഞ്ഞാൽ അവരൊരു അറൌണ്ട് 10 to 12 വേർഡ്സ് പറയും. അധ്യാപനത്തിന് ബിസിനസ് ആക്കി മാറ്റില്ലെന്ന് പറയുമ്പോൾ എങ്കിൽ പോലും നമ്മളൊരു സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് ഒക്കെ നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു MBA ഫീൽഡിൽ വെക്കുന്ന ഒരാളുടെ അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും മിസ് തേടിയിട്ടുണ്ടോ? ഇല്ല, ടു ബി ഫ്രാങ്ക് ഞാൻ അങ്ങനെ ഒരു അഡ്വൈസ് ഒന്നും തേടിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓൾവേസ് ബിലീവ് യുവർ ക്വാളിറ്റി വാട്ട് യു ആർ ഗിവിങ്. അതായത് നമ്മൾ നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് അവരെവിടെയും പോകത്തില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ തിരക്കിയാലറിയാം, അഡ്വർടൈസ്മെൻറ്റ്സ് ഇല്ല, മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതലും. അപ്പോൾ നമ്മളുടെ ഒരു പാരൻറ്റിൻ്റെ ഫ്രണ്ട്, പിന്നെ അവരുടെ ഫ്രണ്ട്സ്, പിന്നെ അവരുടെ കസിൻസ്, അവരുടെ റിലേറ്റീവ്സ്, ഇങ്ങനെയാണ് അഡ്മിഷൻ വരുന്നത്. സോ അങ്ങനെ അഡ്മിഷൻ വരണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ക്വാളിറ്റി അല്ലേ. ഇപ്പം നമ്മളുടെ കുട്ടിയെ കൊണ്ടൊരു സ്കൂളിലാക്കി അവിടെ കൊള്ളില്ലെങ്കിൽ നമ്മൾ 10 പേരോട് പറയും അങ്ങോട്ട് കൊണ്ടുപോകണ്ട, അവിടെ കൊള്ളത്തില്ല എന്ന് പറയും അല്ലേ. അതേസമയം അവിടെ കൊള്ളാമെങ്കിൽ നമുക്ക് വരുന്ന അഡ്മിഷൻസ് മൊത്തവും നമ്മളുടെ പാരൻസിൽ നിന്ന് തന്നെയായിരിക്കും. സോ ഞാനൊരു ഓപ്പൺ ഹൗസ് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു കോമഡി ആണ് അവിടെ. ബിക്കോസ് അവിടെ വന്നിരിക്കുന്ന പാരൻസ് എല്ലാം കൂടെ പഠിച്ചവരാണ്, അവരുടെ റിലേറ്റീവ്സ് ആണ്, മനസ്സിലായോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു MBA അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെയും ഒരു അഡ്വൈസ് ഒന്നും തേടിയിട്ടില്ല. ഞാൻ ബിലീവ് ചെയ്യുന്ന, ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, കൊടുക്കുന്നതിൻ്റെ മാക്സിമം കൊടുക്കുക. എപ്പോഴും ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, നമ്മളുടെ കുട്ടികൾ പുറത്തൊരു സ്കൂളിൽ പോയാൽ ഒരു സ്റ്റെപ്പ് അഹെഡ് ആയിരിക്കണം. UKGയിൽ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗ്രേഡ് 1 അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ മറ്റ് സ്കൂൾസിൽ നിന്ന് വരുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ഒരു സ്റ്റെപ്പ് അവർ മുന്നോട്ട് നിൽക്കണം. സോ അത് നിങ്ങൾ അഷ്വർ ചെയ്ത് കഴിഞ്ഞാൽ MBA-കാരൻ്റെ അഡ്വൈസ് ഒന്നും വേണ്ടി വരില്ല എന്നാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നത്. എൻട്രി തന്നെ ഒരു കോട്ടുണ്ട്, ഫോക്കസ് ഓൺ ഇമ്പാക്ട് ആൻഡ് ഗ്രോത്ത് വിൽ ഫോളോ. പക്ഷേ നമ്മൾ ഇമ്പാക്ട് ഫോക്കസ് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഗ്രോത്ത് ഉണ്ടാകും. എന്നൊക്കെ നല്ല വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുക. ഉറപ്പായിട്ടും എൻ്റെ പുറകെ ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതെ, അത് ഇപ്പോൾ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരു ബിസിനസ് ആക്കരുതെന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ അവിടെ എപ്പോഴും ഒരു കുട്ടിയുടെ ഫീസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ദ എമൗണ്ട് ഓഫ് നോളജ് ദേ ഗെറ്റ്. അപ്പോൾ അവർ ഓരോ പീരീഡും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഓരോ കാര്യങ്ങൾ കൂടുതൽ പഠിച്ചിട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മളറിയാതെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കും. സോ അപ്പോൾ അതൊരു ബിസിനസ് എന്ന് പറയുന്ന സാധനം സൈഡിൽ കൂടെ വളരും. പക്ഷേ നമ്മൾ ബിസിനസ്സിനെ കൗണ്ട് ചെയ്താൽ എനിക്കറിയില്ല എത്രത്തോളം വളരുമെന്ന്. കാരണം ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ദിസ് ഇസ് എഡ്യൂക്കേഷൻ. നമ്മൾ ഫോക്കസ് ചെയ്യാൻ മറന്നു പോകുന്നൊരു സാധനം അക്കാഡമിക്സിലായിരിക്കും, മനസ്സിലായോ. അപ്പം നമ്മൾ അക്കാഡമിക്സിൽ ഫോക്കസ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ 1 സ്റ്റെപ്പ് അഹെഡ് അവർക്ക് കിട്ടാത്ത കാര്യങ്ങൾ, മറ്റ് സ്കൂൾസിൽ കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഗ്രാജുവലി യുവർ ബിസിനസ് വിൽ ഗ്രോ എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ. ഇനി വേറെ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രയർ ടീച്ചിങ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എനിക്കൊരു മോണ്ടിസോറി TTC എടുക്കണം, ഞാനൊരു ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള ടീച്ചിങ് എക്സ്പീരിയൻസോ ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. പല ആൾക്കാരും എന്നോട് ഒന്ന് പറയുന്നു B.Ed എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോയി TTC ചെയ്യും, എന്നിട്ട് പോയി മോണ്ടിസോറി എടുക്കുക എന്നൊക്കെയുള്ള ചിന്തയിൽ പല ആൾക്കാരും വന്നു. അപ്പോൾ ഇനിഷ്യലി ഒരു മോണ്ടിസോറി മാത്രം പഠിച്ചുകൊണ്ട് എനിക്കൊരു കരിയറിലേക്ക് ഒരു നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മൾ ബാങ്ക് ടെസ്റ്റ് പോയി എഴുതി ബാങ്കിൽ കയറുന്ന സമയത്ത് നമുക്ക് ബാങ്കിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയില്ല അല്ലേ. നമ്മൾ ജസ്റ്റ് ജോലിക്ക് കയറുവാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബാങ്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് ബാങ്കിൽ വേണ്ടുന്ന കാൽക്കുലേഷൻസ് കിട്ടും. അതുപോലെ നിങ്ങൾ മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടി എന്താണെന്ന് പഠിക്കുവാണ്. എന്തുകൊണ്ട് ഒരു കുട്ടി അങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇത്രയും ബഹളം വെച്ച് ആ സമയത്ത് കരയേണ്ട കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എഴുതാൻ പറയുമ്പോൾ മാത്രം ക്ഷീണം, ഉറക്കം വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുട്ടികളെക്കുറിച്ച് നിങ്ങൾ ഫുൾ പഠിക്കും. അപ്പോൾ ഒരു സ്കൂളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടുന്ന കാര്യം എന്താണ്, ഒരു കുട്ടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നറിയണം. അപ്പോൾ നിങ്ങളൊരു മോണ്ടിസോറി കോഴ്സ് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. പിന്നെ അവിടെ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എന്താ വേണ്ട, ബിസിനസ് അല്ലെങ്കിൽ കരിക്കുലം സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ട. സോ മോണ്ടിസോറി കോഴ്സ് ചെയ്ത് എഡ്യൂക്കേഷൻ ഫീൽഡിലോട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് പോകാനായിട്ട് വേറൊരു ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു മോണ്ടിസോറി കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബേസിക്കലി എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി മറ്റ് എന്ത് കോഴ്സ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലും നിങ്ങൾക്ക് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ളതിൻ്റെ അറിവ് ആ കോഴ്സ് തരും. മിസ്സേ, വേറൊരു ഡൗട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ ആൾക്കാർ ചോദിക്കുന്ന, നമ്മളിൽ വിളിച്ച് കോഴ്സിന് എൻക്വയറി ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ട്, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, +2 കഴിഞ്ഞതേ ഉള്ളൂ, PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PG കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഡിഗ്രിയുടെ കൂടെ തന്നെ എനിക്കിത് പ്രൊസീവ് ചെയ്യാൻ പറ്റുമോ? ആസ് എ ഫീമെയിൽ എന്ന രീതിയിൽ. ഓക്കെ,
നമുക്ക് ഡിഗ്രിയുടെ കൂടെ തന്നെ റിസർച്ച് ചെയ്യാൻ പറ്റുമോ, PGയുടെ കൂടെ തന്നെ റിസർച്ച് ചെയ്യാൻ പറ്റുമോ, അതുപോലെ BEd പഠിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അതിന്റെ കൂടെ അഡീഷണൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. നമ്മുടെ കാവ്യ മിസ് എന്ന് പറഞ്ഞ മിസ് ഉണ്ട്, മിസ്സിന്റെ ഒരു പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. കാവ്യ മിസ് BEd എല്ലാം കഴിഞ്ഞു, നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിട്ട് മോണ്ടിസോറി അഡീഷൻ. അപ്പം അങ്ങനെയുള്ള കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ് പല ആൾക്കാരും ഡൗട്ട് ചോദിക്കുന്നത്. അതിനെപ്പറ്റി കൂടെ തന്നെ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന +2 ആണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള ആർക്കും ഏത് കോഴ്സിൻ്റെയും കൂടെ നമ്മളുടെ മോണ്ടിസോറി TTC ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷേ മോണ്ടിസോറി TTCയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ +2 കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോ ഡിഗ്രിയും PGയും എല്ലാം ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. സോ അങ്ങനെ ഏത് ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്യുന്നവരും അല്ലെങ്കിൽ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും മോണ്ടിസോറി പാരലലി ചെയ്തു പോകാം. ഡെവലപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതെ. പിന്നെ നിങ്ങൾ ഒരു PG സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ അതൊരു ആഡ് ഓൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സ്കൂൾസ് ഈ പറഞ്ഞതുപോലെ ഹയർ ക്ലാസ്സസിലോട്ട് എടുക്കും. സോ അപ്പോൾ നമ്മളുടെ ബേസിക് ഡിഗ്രി ഏതാണെന്ന് അവർ നോക്കും. സോ ഇഫ് യു ഹാവ് എ ഡിഗ്രി ഓർ എ പോസ്റ്റ് ഗ്രാജുവേഷൻ അതൊരു ഭയങ്കര ബെനിഫിറ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സസിലോട്ട് കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. റെഗുലർ തന്നെ പോകണമെന്നുണ്ടോ? നമുക്കിപ്പം ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്താലും ബെറ്റർ അല്ലേ? ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഒരു ഡിഗ്രി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മോണ്ടിസോറി ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു മോണ്ടിസോറി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, മോണ്ടിസോറി ഒക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ മോണ്ടിസോറി മാത്രം കഴിഞ്ഞു. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെന്റ് കരിയർ പാത്സ്? നമുക്ക് ഏതൊക്കെ കരിയറിലോട്ട് നമുക്കിത് ഡിവീറ്റ് ചെയ്ത് പോകാം? അത് എനിക്കത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പലർക്കും അറിഞ്ഞുകൂടാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ക്വസ്റ്റ്യൻ ആണെന്നല്ല, ലൈക്ക് അതിൻ്റെ ആൻസേഴ്സ് പലരും ഒരു രീതിയിൽ മാത്രമാണ് നമ്മളുടെ മോണ്ടിസോറി കോഴ്സിനെ കാണുന്നത്. എന്താ, മോണ്ടിസോറി കഴിയുക, ഏതെങ്കിലും ഒരു കിൻഡർ ഗാർഡനിൽ ജോലി വാങ്ങുക. സോ അതങ്ങനെയല്ല. ഈ മോണ്ടിസോറി നിങ്ങൾ പെർസ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സൈക്കോളജിക്കലി ഒരു ഡിഗ്രി അല്ലെ സൈക്കോളജി ഡിഗ്രി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാം. ദർ ഇസ് എ ചാൻസ്. അതെ, സ്റ്റുഡൻറ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാം. ഭയങ്കര ചാൻസ് ആണ് അത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എബ്രോഡ് നാട്ടിൽ കുറവാണ് സ്റ്റുഡൻറ് കൗൺസിലേഴ്സിൻ്റെ പോസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അറിവ്. എബ്രോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് എല്ലാ സ്കൂൾസിലും സ്ട്രെസ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് സ്റ്റുഡൻറ് കൗൺസിലർ. സ്കൂളിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചി പുള്ളിക്കാരി എബ്രോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്കൂൾസിലൊക്കെ കൗൺസിലേഴ്സ് നല്ല പേയ്മെന്റ് ആണ്. അത് സെക്ഷൻ വൈസ് ആണ് കൗൺസിലേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു സ്കൂളിൽ ഒരു കൗൺസിലർ അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട്. കിൻഡർ ഗാർഡൻ അല്ലെ പ്രൈമറി സെക്ഷൻ ഒരു കൗൺസിലർ, മിഡിൽ സെക്ഷൻ, ഹയർ സെക്ഷൻ. സോ അപ്പം ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമാണ്. നമ്മളുടെ നാട്ടിൽ കുറവാണെങ്കിലും അബ്രോഡൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. സോ അതൊരു കരിയർ പാത്ത്. നെക്സ്റ്റ് നമ്മളെപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു കിൻഡർ ഗാർഡൻ ടീച്ചർ ആവും. ദ തേർഡ് വൺ ഇസ് യു ക്യാൻ ബി എ ബിസിനസ് ലേഡി, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആകാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കിൻഡർ ഗാർഡൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഫോർത്ത് വൺ ഇസ് നിങ്ങൾക്കൊരു മോണ്ടിസോറി ടീച്ചർ ട്രെയിനർ ആകാം. സോ ഇതൊന്നും പലരും പെട്ടെന്ന് അങ്ങോട്ട് ആലോചിക്കാത്ത കാര്യമാണ്. അയ്യോ, നമ്മളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ മോണ്ടിസോറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വരുന്ന ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ഇനി ഭാവിയിലോട്ടുള്ള ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാം. സോ കരിയർ പാത്സ് ഒത്തിരിയാണ്. യു ക്യാൻ ബി എ കൗൺസിലർ, ഒരു മോണ്ടിസോറി ടീച്ചർ ട്രെയിനർ ആവാം, ഓണ്ടർപ്രണർ ആവാം. അതല്ല, ഇഫ് യു വിഷ് ടു ബി എ ടീച്ചർ, യു ക്യാൻ ബി എ ടീച്ചർ. ഓക്കെ, ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ആൻഡ് ദ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ? ഡിഫറൻസുകളേ ഉള്ളൂ അല്ലേ? അത് ഡിഫറൻസ് പറയുമ്പോൾ ഒരിക്കലും നമ്മളൊരു സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്യുന്നതായിട്ട് ആർക്കും തോന്നരുത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. A4 ആപ്പിൾ. അതായത് നമ്മൾ ഇപ്പം നമ്മളുടെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏജും കൂടെ പുറത്താവും അല്ലേ? അത് വേണ്ട. അല്ലെങ്കിൽ പോട്ടെ, ഒരു 10-35 വർഷമായിട്ട് ട്രഡീഷണൽ സ്കൂളിൽ കേൾക്കുന്ന സൗണ്ട് ഇത് തന്നെയാണ്, A4 ആപ്പിൾ. അതെന്താ വെച്ച് വേറെ വേർഡ്സ് ഇല്ലേ? വേർഡ്സ് ഇല്ലാഞ്ഞിട്ടാണോ? ടീച്ചേഴ്സിന് അറിയാഞ്ഞിട്ടാണോ? കരിക്കുലം മേക്ക് ചെയ്യുന്നവർക്ക് അറിയാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. അപ്പോൾ അതിലൊരു ചേഞ്ച് ഇതുവരെ കാണുന്നില്ല. പിന്നെ A4 ആപ്പിൾ, വാട്ട് സെൻസ് ഡസ് ദാറ്റ് മേക്ക്? എയിൽ അല്ലെങ്കിൽ എ വെച്ച് ആപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ നിങ്ങൾ അതെങ്ങനെ കണക്ട് ചെയ്യുന്നു? ഒരു ക്യൂബ് ഇമാജിൻ ചെയ്യാവോ? എങ്ങനെയാ ചെയ്തേ? ബ്ലാക്ക് ബോർഡിലാണോ? വൈറ്റ് ബോർഡിലാണോ? 3D ഇമേജ് ആയിട്ട് ചെയ്തു. അല്ല, ഇതിപ്പോൾ നമ്മളുടെ ജനറേഷൻ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും ഇങ്ങോട്ട് മുന്നേ നിങ്ങൾ കുറച്ചുകൂടെ ഉള്ളവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം കണ്ടിട്ടില്ല അല്ലേ? നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റും നമ്മൾ റിയലി കാണുന്നില്ല. അതുപോലെ തന്നെ A4 ആപ്പിൾ എന്ന് പറഞ്ഞാൽ A4 ആപ്പിൾ അല്ല, ദാറ്റ് ഇസ് A4 ആപ്പിൾ. എയുടെ സൗണ്ടാണ് അവിടെ പഠിപ്പിക്കേണ്ടത് അല്ലേ? A4 ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പുതിയൊരു വേർഡ്സ് കിട്ടിയിരുന്നപ്പോൾ വായിക്കാൻ കഴിയാൻ പറ്റാഞ്ഞത്. നമുക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾക്ക് തന്നിരുന്ന ഒരു ട്രഡീഷണലി തന്നിരുന്ന സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയാണ്.
എ എന്ന് പറയുമ്പോൾ അവിടെ ആപ്പിൾ എന്ന് പറയാൻ ഒരു രീതിയിലും പറ്റില്ല. ആ എഴുതുന്ന ലെറ്റർ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. സൗണ്ട് ചെയ്ത് വായിക്കാൻ നമുക്കത് പറ്റില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ റീഡിങ് സ്കിൽ എന്ന് പറയുന്നത് എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം? ഫോണിക്സിൽ നിന്ന് തുടങ്ങണം. ഫോണിക്സ് അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മൾ പഠിച്ചിരുന്ന വേർഡ്സ് അല്ലാതെ നമുക്കൊന്നും വായിക്കാൻ അറിയില്ലായിരുന്നു അല്ലേ? നമ്മൾ പഠിച്ച സ്പെല്ലിങ്സ് അല്ലാതെ നമുക്കൊരു സ്പെല്ല് ചെയ്ത് എഴുതാൻ നമുക്കറിയില്ല. പക്ഷേ ഞാൻ അഷ്വർ ചെയ്യാം, ഇന്ന് നിങ്ങൾ എൻ്റെ സ്കൂളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാസ് ഔട്ട് ആയത് എൻ്റെ കുട്ടി ഉൾപ്പെടെ ഒരു സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വേർഡ് പറഞ്ഞാൽ അവർ സൗണ്ട് ചെയ്ത് ആ വേർഡിൻ്റെ സ്പെല്ലിങ് എഴുതും. ബിക്കോസ് അവർ പഠിച്ചത് ഫോണിക്സ് ആണ്, അതിൻ്റെ ബേസ് കറക്റ്റായിട്ടാണ് അവർ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്യൂബ് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞാൽ അവർ എവിടെയും പോയി വരച്ചും നമ്മുടെ 3D ഒന്നുമല്ല, അവരുടെ കയ്യിൽ സാധനമുണ്ട്. അവർ ആ ക്യൂബിൻ്റെ എല്ലാ സൈഡും കാണുന്നുണ്ട്, എല്ലാ കോർണേഴ്സും കാണുന്നുണ്ട്. അപ്പോൾ അവരോട് ഏരിയ ചോദിച്ചാൽ പ്രശ്നമില്ല. നമുക്ക് ഏരിയ ചോദിച്ചാലോ? ശരിക്കും ജീവിതത്തിൽ ക്യൂബിൻ്റെ എത്ര സൈഡ് ഉണ്ടെന്ന് പോലും നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? കാണാത്തൊരു സാധനത്തിൻ്റെ ഏരിയ ആണ് നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ പ്രോബ്ലംസ് മാത്സിൽ, ഓർമ്മയുണ്ടോ? വലിയൊരു റെക്റ്റാങ്കുലർ പ്ലോട്ട്, അതിനകത്തൊരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നു. സർക്കിളിൻ്റെ ഡയമീറ്റർ ഇത്രയാണെങ്കിൽ റെക്റ്റാങ്കുലർ ഒരു സൈഡ് ഇത്രയാണെങ്കിൽ എങ്ങനെയാണ് അല്ലേ? ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണത് ഇന്നേ വരെ. ഈ നിമിഷം വരെ എന്താണ് അതെന്ന് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ല. അപ്പോൾ ഇത്രയും ഏരിയയും ഇത്രയും സൈഡും ഒക്കെ പറയുന്ന ഒരു കാൽക്കുലേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ബ്ലാക്ക് ബോർഡിൽ ഇത്രയാണ്. അതെങ്ങനെ റെഡിയാവും? അപ്പം നമ്മൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ കണ്ടും കേട്ടും, അതാണ് ABLൻ്റെ പ്രത്യേകത, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ്ങിൻ്റെ പ്രത്യേകത എന്താ? അവർ തൊട്ടും ചെയ്തും കണ്ടും പഠിക്കുന്ന കാര്യങ്ങളാണ്. അതവർക്ക് ഒരിക്കലും മറക്കില്ല. സോ അതാണ് മോണ്ടെസോറി ക്ലാസ് റൂമും ട്രഡീഷണലും ആയിട്ടുള്ള ഡിഫറൻസ്. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ നിന്ന് ബോർഡിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ ഏറ്റു പറയുന്നു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു കുട്ടി എൻ്റെ റിലേറ്റീവ് തന്നെയാണ്. ഒരു LKG പഠിക്കുന്ന സമയം, അപ്പോൾ അന്ന് ഞാൻ മോണ്ടെസോറി ചെയ്തിട്ടില്ല. കുട്ടി വന്നിട്ട് ഒരു പാട്ട് പാടുമായിരുന്നു, മീസോ പി പി ഐങ് ഓൺ ദ ഫ്ലോർ. അപ്പോൾ ഒരു വർഷം ഞാനും വളരെ ക്ലോസ് റിലേറ്റീവാണ്, അയാളും കൂടെ ഈ പാട്ടൊക്കെ ആസ്വദിച്ചു. വർഷം കഴിയാറാകുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു വിടുമല്ലോ. വീട്ടിൽ ടെക്സ്റ്റ് ബുക്ക് വന്ന സമയത്ത് ഞങ്ങൾ എന്നും പാടുന്ന പാട്ടായതുകൊണ്ട് ഞാൻ വെറുതെ പേപ്പർ ടേൺ ചെയ്തപ്പോൾ അവൾ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ മീസോ പി പി എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ആ ഒരു റൈം എന്ന് പറഞ്ഞാൽ ബിറ്റ്സ് ഓഫ് പേപ്പർ എന്നാണ്. ബിറ്റ്സ് ഓഫ് പേപ്പർ ലൈങ് ഓൺ ദ ഫ്ലോർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വർഷം ആ കുട്ടിക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ എന്ത് ബെനിഫിറ്റ് ഉണ്ടാക്കി അതിന്. റൈംസ് നമ്മൾ കൊടുക്കുന്നത് കുട്ടിയുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനാണ്, പുതിയ പുതിയ ടേമുകൾ പഠിക്കാനാണ്, മീനിങ്സ് മനസ്സിലാക്കാനാണ്. അവൾ ഒരു വർഷം പാടിയത് മീസോ പി പി ആണ്. ബുക്ക് വന്നപ്പോൾ അത് ബിറ്റ്സ് ഓഫ് പേപ്പർ. സോ അതാണ് ട്രഡീഷണൽ സിസ്റ്റത്തിൽ നടക്കുന്നത്. ഒരു ടീച്ചർ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു ടീച്ചറിനെ കുറ്റം പറയില്ല, സിസ്റ്ററിനെ, കാരണം ടീച്ചർ ഇസ് ഫോഴ്സ് ടു ഗീവ് ദാറ്റ്. അതായത് ഒരു 40 മിനിറ്റിൽ അത് അവർ പഠിപ്പിച്ചേ പറ്റൂ, അത് അവർക്ക് കഴിഞ്ഞിട്ട് അടുത്തതിൽ പോകണം. അതുകൊണ്ട് ഒരു അധ്യാപികയെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. കുട്ടികൾ പക്ഷേ ഒരുപാട് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ തന്നെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പ്ലസ് 2 കഴിഞ്ഞിട്ട് സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് പഠിച്ചതെന്ന്. അതെ, എന്തിനാണ് പഠിച്ചത്? നമ്മൾ കുറേ റെവല്യൂഷൻസ് പഠിച്ചു. അപ്പം സ്കിൽ ബേസ്ഡ് ലേണിംഗ് അല്ല, അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ അവിടെ നടക്കുന്നില്ല. അപ്പം മോണ്ടിസോറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ ഒരു കുട്ടിയെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടീച്ചിങ് ആണ്. അതും ടീച്ചറിന് ഇഷ്ടമുള്ള ഒരു കരിക്കുലം അല്ല കുട്ടി പഠിക്കുന്നത്, മറിച്ച് കുട്ടിക്ക് ആ സമയത്ത് എന്ത് പഠിക്കണമെന്ന് ഇഷ്ടം അനുസരിച്ച് കുട്ടി മെറ്റീരിയൽ എടുത്ത് തരുമ്പോൾ അതിനെ ഗൈഡ് ചെയ്യുവാണ് ടീച്ചർ അവിടെ. സോ അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ഇപ്പോൾ സാറിനോട് ഒരു കാര്യം ഞാൻ ഫോഴ്സ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ സുപ്പീരിയർ ആണ് ഞാനെങ്കിൽ പേടിച്ച് അവിടെ ഇരുന്ന് ചെയ്യുമായിരിക്കും. അതേസമയം സാർ ഇന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ പവറാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മളത് എന്നും ഓർത്തിരിക്കും. അപ്പോൾ അതേ രീതിയിൽ മോണ്ടിസോറിയിൽ ഒരിക്കലും ഒരു കുട്ടി ഫോഴ്സ്ഡ് അല്ല. ആ കുട്ടിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് മൈൻഡിൽ എക്കാലത്തും പേസ്റ്റ് ചെയ്തിരിക്കും. പിന്നെ അവരെല്ലാം തൊട്ടും കണ്ടും ചെയ്തുമാണ് പഠിക്കുന്നത്. ഒരിക്കലും ഒരു ടീച്ചർ ടോക്കിലൂടെ ബ്ലാങ്ക് ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങളല്ല. സോ അത് തന്നെ ബേസിക്കൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് എക്സ്പ്ലോർ ചെയ്താണ് പഠിക്കുന്നത്. മോണ്ടിസോറിയിൽ ഒരു കുട്ടിയോട് നിങ്ങൾ ആ സൗണ്ടിൽ ഒരു വേർഡ് പറയാൻ പറഞ്ഞാൽ അവരൊരു അറൗണ്ട് 10 to 12 വേർഡ്സ് പറയും. കാരണം അവർ അത്രയും വൊക്കാബുലറീസിലോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അത്രയും വൊക്കാബുലറീസ് അവർ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു വേർഡിൽ നിർത്തില്ല ഒരു സൗണ്ടും. മനസ്സിലായോ? അപ്പോൾ അത് തന്നെ ഒരു ഡിഫറൻസ് ആണ്. സോ അവർക്ക് റിയൽ ലൈഫിലോട്ടുള്ള ഒരു ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡാണ്. ട്രഡീഷണൽ സ്കൂളിൽ അത് ഒരു സൈഡ് ഇപ്പോഴും അടഞ്ഞു കിടക്കുവാണ്. കാരണം ആ കുട്ടികളോട് ഏത് പീരീഡ്, ഈ പീരീഡ് മാത്സ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാത്സ് പഠിച്ചേ പറ്റും അല്ലേ. ഇനിയിപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് എഴുതാൻ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ മടി എന്നാണ്. പക്ഷേ അതിൽ ഒരു പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ നടത്തി മുന്നോട്ട് പോകുന്നില്ല.
സോ അപ്പം മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടി ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടിരിക്കുന്ന പഠിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും നമ്മുടെ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ കണ്ടുവരുന്നത്. പക്ഷെ മോണ്ടിസോറിയിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഫേവറേറ്റ് ആയിട്ട് അത് എന്താണോ അത് പഠിച്ചു പോകുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ. അപ്പോൾ ആസ് എ പേരൻസ് എന്ന നിലയിൽ നമ്മൾ മിസ് പറഞ്ഞ നമുക്ക് അവരുടെ അഭിരുചികൾ അല്ലെങ്കിൽ ടേസ്റ്റ് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ മോണ്ടിസോറി വിദ്യാഭ്യാസം കഴിഞ്ഞു, ഒരു കുട്ടിയുടെ കഴിഞ്ഞു, ശേഷം അവൻ ഒരു LKG കഴിഞ്ഞ് കിൻഡർഗാർട്ടൻ ലെവലൊക്കെ കഴിഞ്ഞിട്ട് 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് മോണ്ടിസോറിയുടെ ഒരു എന്താണ് ഇതില്ല, പരിപാടിയില്ല. അപ്പം ആസ് എ പേരൻറ്റ് എന്ന നിലയിൽ നമ്മൾ മോണ്ടിസോറിൽ കറക്റ്റ് എഡ്യൂക്കേഷൻ കൊടുത്തു, അതിൻ്റെ കരിയർ പാത്ത് അല്ലെങ്കിൽ അവൻ്റെ അഭിരുചി എന്താണെന്ന് ആ വ്യക്തിയുടെ, ആ കുട്ടിയുടെ, ലേഡി ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും അഭിരുചി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നമുക്കത് ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുപോകണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ബ്രാഞ്ച് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ലാക്ക് ചെയ്യുന്നത്, ട്രഡീഷണൽ വിദ്യാഭ്യാസം ലാക്ക് ചെയ്യുന്നത് എല്ലാവരും ഒരു എന്താ പറയുക, ഒരു കൺജസ്റ്റഡ് രീതിയിൽ നിന്ന് ഒരേ രീതിയിൽ പഠിക്കുന്ന രീതിയിലാണ്. മോണ്ടിസോറിയിൽ ആ ഒരു കുട്ടിയുടെ സിംഗിൾ, ആ ഒരു ഇൻഡിവിജ്വലിന്റെ യുണീക്ക് ആയിട്ടുള്ള എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യിക്കാൻ പറ്റും? ഒരു 1ാം ക്ലാസ് ഇപ്പം നമ്മുടെ പ്രാക്ടിക്കൽ സെൻസ് എടുക്കുമ്പോഴത്തേക്ക് മോണ്ടിസോറി കഴിഞ്ഞ് 1ാം ക്ലാസ് 2ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ, +1 +2 വരെ, പ്ലസ് ടു വരെ മതി, അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ മതി അവന്റെ ഏകദേശമുള്ള ടേസ്റ്റ് മനസ്സിലാക്കി എടുക്കാം. നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് അത് അവൈലബിൾ അല്ല, മോണ്ടിസോറി അവൈലബിൾ ആണ്. അപ്പോൾ അവന്റെ ആ ഒരു ടേസ്റ്റ് എങ്ങനെ നമുക്ക് ആ ഒരു ബ്രാഞ്ച് നമുക്ക് ഹോം സ്കൂളിംഗ് ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം? ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞ എൻ്റെ കുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് റീഡിങ്, ഇപ്പം നമ്മൾ ഈ ഫോണിക്സ് ഞങ്ങൾ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫോണിക് സിസ്റ്റം ഉണ്ട്, അത് കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കാം അയാൾക്ക് റീഡിങ്ങിൽ ഇപ്പോൾ ഗ്രേഡ് 1ലാണ് പഠിക്കുന്നതെങ്കിലും എനിക്ക് യാതൊരുവിധ ഹെൽപ്പും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും വർക്ക് ഷീറ്റ്സ് കൊടുത്തു വിടുന്നതാണെങ്കിലും. അതുപോലെ തന്നെ ആ കുഞ്ഞിലേ ഉണ്ടായ ഇൻട്രസ്റ്റ് ആയിരിക്കാം ഇപ്പോഴും അയാൾക്ക് റീഡ് ചെയ്യാൻ ആ ഒരു താല്പര്യം കൂടുതലാണ്. സോ അപ്പം നമ്മൾ ഡെയിലി സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ടൈം അവർക്ക് വേണ്ടി, അതായത് കുറച്ച് ക്വാളിറ്റി ടൈം നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ UKG കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ അവർ പോകുന്ന ഒരു ട്രഡീഷണൽ സ്കൂളിലാണെങ്കിൽ അവരുടെ ഫുൾ ട്രാക്ക് പോകും. അപ്പം നമുക്കത് എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റീഡിങ്ങിൽ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഡെയിലി 15 to 20 minutes എങ്കിലും നിങ്ങളൊരു സ്റ്റോറി ബുക്കുമായിട്ട് ആ കുട്ടിയുടെ കൂടെ ഇരിക്കണം. അപ്പോൾ ഡെയിലി ഓരോരോ സ്റ്റോറി ബുക്ക് അങ്ങനെ വേണമെന്നില്ല, 1 week നിങ്ങൾക്ക് ഒരെണ്ണം യൂസ് ചെയ്യാം. ബിക്കോസ് കുട്ടിയും ആ ഒരു സ്റ്റോറിയായിട്ട് അറ്റാച്ച്ഡ് ആവും. ഈ സ്റ്റോറി ടൈം എന്ന് പറയുന്ന ഒരു പാരൻറ്റ് ഒരു കുഞ്ഞുമായിട്ടുള്ളൊരു റാപ്പോ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊരു അഷുറൻസ് കൂടിയാണ് നിങ്ങൾ ആ കുട്ടിയുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. സോ അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം കൊടുത്ത്, ഇപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇത് റീഡിംഗ് ആണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഏത് സ്കില്ലിനാണ് ആ കുട്ടിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ഡെയിലി ഒരു 15 to 20 minutes നിങ്ങൾ ആസ് എ പാരൻറ്റ് വീട്ടിലൊരു ക്വാളിറ്റി ടൈം കുട്ടിയോടൊപ്പം സ്പെൻഡ് ചെയ്താൽ അതൊരിക്കലും ആ കുട്ടിയുടെ ലൈഫിൻ്റെ ട്രാക്കിൽ നിന്ന് മാറിപ്പോത്തില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ പലപ്പോഴും ഞാൻ പാരൻസ് കണ്ടുള്ള സ്റ്റോറി ബുക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അതിൽ കാര്യമില്ല, സ്റ്റോറി ബുക്ക് മേടിച്ച് കൊടുത്തിട്ട് പോയിരുന്ന് വായിക്കാനുള്ള ഒരു പ്രായമൊന്നും അവർക്കായിട്ടില്ല. നമ്മൾ സകല കാര്യങ്ങളും എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ഗാഡ്ജറ്റ്സ് മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ഇരുന്ന്, ഇനിയിപ്പോൾ അവർ വൺസ് ആ ബുക്ക് വായിച്ച് പഠിച്ചാൽ, അതാ ഞാൻ പറഞ്ഞ 1 week ഒരു ബുക്ക് ഉപയോഗിക്കാം. എന്താ ചെയ്യുക, നിങ്ങൾക്കും കൂടെ ഇരുന്നിട്ട് ഒരു ബുക്ക് വായിക്കാം. അത് ഭയങ്കര ഒരു മാറ്റമാണ് ആ കുട്ടിയിൽ വരുത്തുന്നത്. അതായത് നമ്മളിലുള്ള ഒരു ഹാബിറ്റ് അവർക്ക് ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ ടെംപ്റ്റേഷൻസ് കൂടുതലാണ്. അതായത് അമ്മ വായിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതേപോലെ ഒരു പീസ് ഓഫ് സാധനം എടുത്തിട്ട് വന്നിട്ട് കുട്ടി അടുത്തിരുന്ന് വർക്ക് ചെയ്യും. ചുമ്മാ ലാപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ അവരെന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ച് ലാപ്പ് പോലെ കാണിക്കും. സോ അത് അവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളത് കൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ പിന്നീട് ഫ്യൂച്ചറിൽ അത് നിലനിർത്തണമെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ദം. ഒരു 15-20 minutes ഡെയിലി ആ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ നിങ്ങൾ കുട്ടിയുടെ കൂടെ ഉണ്ടാവണം. സോ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയെ പറ്റിയും അതിൻ്റെ ഒരു അനന്ത സാധ്യതകളെ പറ്റി, അതുപോലെ ആസ് എ പേരൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി ഷാമസിൻ്റെ അടിപൊളി ഒരു പോഡ്കാസ്റ്റാണ് നമുക്ക് ഇന്ന് കഴിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ ഉണ്ട്, ആ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ, ഒരു പേരൻറ്റ് എന്ന രീതിയിലുള്ള ഡൗട്ടുകളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മോണ്ടിസോറി കോഴ്സ് എടുക്കാൻ മുമ്പ് ഒരു വിദ്യാർത്ഥി എന്നുള്ള ഡൗട്ടാണെങ്കിലോ, മോണ്ടിസോറി കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ആ ഒരു വ്യക്തിയുടെ ഡൗട്ടാണെങ്കിലോ, എന്ത് ഡൗട്ടുകളാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എൻട്രിയിൽ മോണ്ടിസോറിയുടെ ക്ലാസ്സുകളും അതുപോലെ TTC കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PG മോണ്ടിസോറി ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞവർക്ക് PG മോണ്ടിസോറി ഉണ്ട്. ആ കോഴ്സുകളെ പറ്റി അറിയാനാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോളോ അല്ലെങ്കിൽ വാട്സപ്പോ ചെയ്യുക, അല്ലെങ്കിൽ തൊട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കാഡമിക് അഡ്വൈസേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും പറയുന്നതാണ്. മറ്റൊരു സെക്ഷനായിട്ട് പിന്നീട് കാണാം.